വചനഭാഗം 1 കോരിന്തോസ് 1:24-31, ലൂക്കായുടെ സുവിശേഷം 11:24-26. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അശുദ്ധാരൂപി ഒരു മനുഷ്യനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അത് പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരിയും സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാരൂപികളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ അവസ്ഥ ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് തിന്മയ്ക്കെതിരെ എത്രമാത്രം ജാഗ്രത നമ്മൾ പുലർത്തണമെന്ന കാര്യമാണ്. തിന്മയുടെ ശക്തിയിൽ നിന്നും മോചനം നേടിയെങ്കിലും നിരന്തരം ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ വീണ്ടും തിന്മയുടെ ശക്തി നമ്മെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മെ കീഴടക്കാൻ പറ്റാതെ വരുമ്പോൾ കൂടുതൽ ശക്തമായി അത് പ്രവർത്തിക്കുന്നു. അങ്ങനെ കൂടുതൽ ശക്തമായി പ്രവർത്തിച്ച് നമ്മെ കീഴടക്കും. അതുകൊണ്ട് തിന്മയുടെ ശക്തിയിൽ നിന്നും മോചനം നേടിയാൽ നന്മ കൊണ്ട് നമ്മെ നിറയ്ക്കുവാനായിട്ട് സാധിക്കണം. നന്മ നമ്മളിൽ നിറഞ്ഞ് നന്മയുടെ ശക്തി നിലനിൽക്കുമ്പോൾ തിന്മയുടെ ശക്തിക്ക് നമ്മിലേക്ക് വരുവാൻ സാധ്യമല്ല. ഈശോ മിശിഹായാണ് നന്മ. ഈശോ മിശിഹായെ മുറുകെ പിടിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ തിന്മയും തിന്മയുടെ ശക്തിയും അകറ്റപ്പെടുന്നു. വിശുദ്ധ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, ഈശോ കടന്നു വരുന്നിടത്ത് തിന്മയുടെ ശക്തിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. തിന്മയുടെ ശക്തി പുറത്തേക്ക് പോവുകയാണ്. ഈശോയെ നമ്മിൽ സ്വീകരിച്ച് ഈശ്വര ചൈതന്യത്തിൽ നാം നിറയുകയാണ് എങ്കിൽ തിന്മയെയും തിന്മയുടെ സാഹചര്യങ്ങളെയും ഒഴിവാക്കുവാനും നിരന്തരം ഈശ്വര സാന്നിധ്യ ബോധത്തോടെ ജീവിക്കുമ്പോൾ തിന്മ തിരിച്ചു വരുന്നത് ഇല്ലെന്നാക്കുവാനും സാധിക്കും. അപ്രകാരം ജാഗ്രതയോടെ ജീവിച്ച് നന്മയിൽ വളരുവാൻ ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. അപ്രകാരം ജീവിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.